ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38, 39, 40 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാനെന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. ഭയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നാം ചിന്തിച്ചു വരുന്നത്. മനുഷ്യ ജീവിതത്തെ ഗ്രസിക്കുന്ന ഒരു ഭയാനകമായ ദുഷ്ടശക്തിയാണ് ഭയം. പിശാച് വരുത്തുന്ന ഒരു വലിയ കെണിയാണ് ഭയം. ദുഷ്ടനായ പൈശാചികൻ മനുഷ്യൻ്റെ മുന്നേറ്റത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭീകരതന്ത്രമാണ് ഭയം. ഭയം ഉളവാക്കുക. ഭയത്തിൽ നിന്നാണ് ആകുലങ്ങൾ വരുന്നത്, ഭയത്തിൽ നിന്നാണ് ആവലാതികൾ വരുന്നത്, ഭയത്തിൽ നിന്നാണ് അസ്വസ്ഥതകൾ വരുന്നത്, ഭയത്തിൽ നിന്നാണ് ഡിപ്രഷൻസ് വരുന്നത്, ഭയത്തിൽ നിന്നാണ് നിരാശകൾ വരുന്നത്. ഭയം മനുഷ്യനെ ഗ്രസിക്കുന്നു, മനുഷ്യനെ വിഴുങ്ങുന്നു, മനുഷ്യനെ നശിപ്പിക്കുന്നു. ഓരോ തരത്തിലുള്ളതായ ഭയം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഏറിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും. എത്ര ധീരനെന്ന് വിചാരിക്കുന്നയാളും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഭയപ്പാടിന് അടിമപ്പെട്ടു പോകും. ധീരതയുണ്ട്, കരുത്തുണ്ട്, ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ പണമുണ്ട്, അല്ല വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന വരുമാന മാർഗങ്ങളുണ്ട്. എങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ ഭയന്നു പോകും. ചില മാനസിക വൈക്ലഭ്യങ്ങൾ വന്ന് നാം ഭയന്നു പോകും. മാനസികമായ തളർച്ചകൾ വന്ന് നാം ഭയന്നു പോകും. മുന്നോട്ടൊരു ഗതി കിട്ടാതെ നാം വലഞ്ഞു പോകും, വിഷമിക്കുന്ന ചില സന്ദർഭങ്ങൾ. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്. നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന്. എന്തിന് നിങ്ങൾ ഭീരുക്കളാകണം? നിങ്ങളെന്തിന് ഭയപ്പെടണം? നിങ്ങളെന്തിനാണ് ഭീരുക്കളാകുന്നത്? കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? 40 വാക്യം അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു. അവർക്ക് യേശുവിനെ അറിയാം. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ കണ്ടിട്ടുണ്ട്, നേരിട്ടറിയാം. യേശു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. യേശു കണ്ണുകളുടെ കാഴ്ച കൊടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. യേശു അനേകം അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അവർക്കറിയാം യേശു ദൈവപുത്രനാണെന്ന്. അവർക്കറിയാം യേശുക്ക് സാക്ഷാൽ ദൈവമാണെന്ന്. എന്നാലും ഒരു സന്ദർഭം വന്നപ്പോൾ അവർ ഭയന്നുപോയി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില വീക്ക് മൊമെൻറ്റ്സ് ഉണ്ട്, ചില ബലഹീന നിമിഷങ്ങളുണ്ട്. വീക്ക് മൊമെൻറ്റ്സ്, ജീവിതത്തിലെ ചില ബലഹീന നിമിഷങ്ങൾ. അമ്പരന്ന് പോകും, പതറിപ്പോകും, അന്താളിച്ചു പോകും. അയ്യോ, ഞാൻ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കേണ്ടു എന്ന് ഭയന്നു പോകും. ഈ പ്രതിസന്ധി, രൂക്ഷമായി വരുന്ന ഈ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? എൻ്റെ ദൈവമേ, ഞാൻ തകർന്നു പോകുന്നല്ലോ, ഞാൻ തളർന്നു പോകുന്നല്ലോ. നമ്മുടെ ഹൃദയം വെപ്രാളപ്പെട്ടു പോകും. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ, പലരുടെയും ജീവിതം അല്ലേ അങ്ങനെയല്ലേ? എന്നും ഓരോ തരത്തിലുള്ളതായ പ്രതിസന്ധികൾ വന്ന് നമ്മൾ മനസ്സ് പതറിയിരിക്കുന്നു. മനസ്സ് ഒരിക്കലും പതറാത്തവർ ആരുമില്ല എന്ന് വിചാരിക്കണ്ട. ചിലർക്ക് തോന്നും, എൻ്റെ മനസ്സ് ഏതായാലും പതറുകയില്ല, ഏത് സാഹചര്യം വന്നാലും ഞാൻ ഉറച്ചു നിൽക്കും എന്നെല്ലാം ചിന്തിക്കുന്നവർ പോലും ചില പ്രത്യേക സാഹചര്യം വരുമ്പോൾ അറിയാം, അവർ ആ ബലഹീന നിമിഷത്തിൽ അവർ പതറിപ്പോകും, അവർ തളർന്നു പോകും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് കർത്താവ് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചുവല്ലോ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. യായിറോസിനോട് കർത്താവ് പറയുകയാണ്, 12 വയസ്സുള്ള മകൾ മരിച്ചു കിടക്കുകയായിരുന്നു. 12 വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ 12 കൊല്ലവും വീട് ആനന്ദം അലതല്ലുന്ന ഭവനമായിരുന്നു. കാരണം ഈ മോളുടെ ചിരിയും കളിയും സംസാരവും എല്ലാം ആ വീടിൻ്റെ ആഹ്ലാദത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. അമ്മയ്ക്കും അപ്പനും എന്ത് സന്തോഷം! നല്ല താരും തളിരുമണിഞ്ഞ ബാല്യത്തിൻ്റെ
പ്രസരിപ്പോടെ ചിത്രശലഭത്തെ പോലെ മകൾ വീട്ടിൽ ഓടിക്കളിച്ച് നടന്ന ആ കുഞ്ഞുണ്ട് ഇപ്പോഴിതാ മരിച്ചു കിടക്കുന്നു. അപ്പനും അമ്മയും തീർച്ചയായും വാടിപ്പോകുന്നുള്ള സംശയമില്ലല്ലോ. ആ പള്ളി പ്രമാണി തീർത്തും തകർന്നുപോയി. പക്ഷേ യേശു അവിടെ വന്നു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ യേശു മരണത്തെ ജയിച്ചു. മരണത്തിൻ്റെ മേൽ ജയം നേടി. മരണത്തിൻ്റെ മേൽ ജയം അവകാശപ്പെട്ടു. യേശുക്രിസ്തു മരണത്തെ മാറ്റി നിർത്തി, മരണത്തെ ശാസിച്ചകറ്റി, ജീവൻ തിരി വന്നു. ആ കുഞ്ഞ് ജീവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതാണല്ലോ ചിന്തിച്ചത്, നിങ്ങൾക്ക് ഓർമ്മ കാണും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്ന നല്ലതാണ്. യേശുക്രിസ്തു ജയം പ്രാപിച്ചത് ഡെത്ത്, മരണത്തിൻ്റെ മേൽ. ഡെത്ത്, മരണത്തെ കർത്താവ് തോൽപ്പിച്ചു. മരണത്തെ മാറ്റി നിർത്തി ജീവനെ കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് ഒരു ഡേഞ്ചറാണ്. ഡെത്തിനെ കർത്താവ് മാറ്റി നിർത്തിയതുപോലെ ഡേഞ്ചറിനെ കർത്താവ് മാറ്റി നിർത്തുകയാണ്. ഓരോ തരത്തിലുള്ള ഡേഞ്ചേഴ്സ് നമുക്ക് ഓരോരുത്തർക്കും വരാറുണ്ട്. പലതരത്തിലുള്ള ഡേഞ്ചർ. ചിലപ്പോൾ അത്യാഹിതമാകാം, അത് വാഹനാപകടം മൂലമാകാം, അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും രോഗത്തിൻ്റെ ആക്രമണമാകാം. മനസ്സ് ഉലഞ്ഞു പോകും, മനസ്സ് വാടിപ്പോകും, മനസ്സ് തളർന്നു പോകും. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? അവരോ വളരെ ഭയപ്പെട്ടു. കാരണം കാറ്റിങ്ങനെ അടിച്ചുയർന്നു വരുമ്പോൾ തിരമാലകൾ ആഞ്ഞു കുതിർത്ത് ആ തിരമാലകൾ കുതിച്ചുയരുകയാണ്. തിരമാലകൾ ഉയരുമ്പോൾ പടക് ആടി ഉലയുകയാണ്. പടക് മുങ്ങും. ആ തടാകത്തിൽ, ഗന്നേസരത്ത് തടാകത്തിൽ പടക് മുങ്ങത്തക്കവണ്ണം തിരമാലകൾ കുതിച്ചുയരുന്നു. അവരമ്പരപ്പിലായി. കർത്താവ് അവിടെ അമരത്ത് തലവണ വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവർ പറയുന്നൊരു വാക്കുണ്ട്. കർത്താവിനെ ഉണർത്തിയിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഈ ആപത്തിൽപ്പെട്ടിരിക്കുന്നത്, ഈ നശിച്ചു പോകുന്നത്, അത് നിനക്ക് വിചാരമില്ലേ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതാണ് 38 വാക്യത്തിൽ. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മിൽ പലരും ദൈവം ഇതൊന്നും അറിയുന്നില്ലായിരിക്കുമോ? ദൈവത്തിന് എന്നോട് കരുണയില്ലായിരിക്കുമോ? എൻ്റെ ഈ അത്യാഹിതം കർത്താവ് കാണുന്നില്ലായിരിക്കുമോ? എൻ്റെ ഈ മഹാവിപത്ത് യേശു അറിയുന്നില്ലായിരിക്കുമോ? എന്നോട് കർത്താവ് കരുണ കാണിക്കുകയില്ലായിരിക്കുമോ? കർത്താവ് പക്ഷേ അറിയുന്നില്ലായിരിക്കുമോ? ഇങ്ങനെയെല്ലാം നാം ചിലപ്പോൾ ചഞ്ചലപ്പെട്ടു പോകുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളിങ്ങനെ ഏറി വരുമ്പോൾ, ശത്രുത്വം വർദ്ധിച്ചു വരുമ്പോൾ, ആക്രമണങ്ങൾ പെരുകി വരുമ്പോൾ, സകലരും നമ്മുടെ ശത്രുക്കളായി തീരുമ്പോൾ, എല്ലാവരും നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ, പലരും നമ്മെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ, താങ്ങാനാവാത്ത വിപത്തുകളൊന്ന് നാം അമ്പരപ്പിലാകുമ്പോൾ നാം ഒരുപക്ഷെ ചിന്തിച്ചു പോകും, കർത്താവേ, ഞാൻ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ദൈവത്തിന് സ്തോത്രം. എത്ര സത്യവിരുദ്ധമായ ഒരു ചിന്തയാണത്. യേശുക്രിസ്തുവിനല്ലേ നമ്മെക്കുറിച്ച് വിചാരമുള്ളത്? നമ്മെക്കുറിച്ച് തന്നെ വിചാരപ്പെട്ടുകൊണ്ട് കർത്താവ് ഇരിക്കുകയാണ്. അവൻ നമ്മെ ഓർക്കുന്നു. വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളിലും യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. അവൻ നമ്മെ ഓർക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ ഓർക്കുന്നു. നമ്മോട് പറഞ്ഞ വാക്കിനെ അവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രശ്നത്തെ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രതിസന്ധികളെ ഓർക്കുന്നു. എല്ലാം ഓർക്കും ദൈവം, എല്ലാം കാണും ദൈവം, എല്ലാം കരുതും ദൈവം. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാം പഴയകാല ജീവിതത്തിലേക്ക്, ഓർമ്മകളിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാം, തീർച്ചയായിട്ടും ദൈവം എന്നെ ഓർത്തിരുന്നു എന്ന്. ഞാൻ അത്രയ്ക്ക് വിചാരിച്ചിരുന്നില്ല, പക്ഷേ കർത്താവ് എന്നെ ഓർത്തിരുന്നു. ഞാൻ വലഞ്ഞു പോയ സമയങ്ങളിൽ കർത്താവ് എന്നെ ഓർത്തിരുന്നു. ഞാൻ വിഷമിച്ചു പോയ സന്ദർഭങ്ങളിൽ കർത്താവ് എന്നെ ഓർത്തിരുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരം ഉണ്ടായിരുന്നു. സത്യമായും ദൈവം ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യം നീട്ടിയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സമാധാനമായി ഞാൻ കഴിയുന്നത്. നമുക്ക് ഓർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ സുബോധത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കാൻ പറ്റും നിങ്ങൾ നടത്തിയ വിധങ്ങൾ, പിന്നിട്ട വഴികൾ,
ഇത്രയും കാലം നമ്മെ നടത്തിക്കൊണ്ടുവന്ന ആ സ്നേഹത്തിൻ്റെ വാത്സല്യമാർന്ന കരങ്ങൾ നിങ്ങൾക്ക് കാണാം. അത്ഭുതകരമായി നിങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. സംഭവ ബഹുലമായിരുന്നില്ലേ നമ്മുടെ ജീവിതം? സംഭവ ബഹുലം. ഓരോരുത്തരും അവരവരായിരിക്കുന്ന പ്രായത്തിലിരുന്നുകൊണ്ട് പഴയ പ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. പഴയ കാലങ്ങൾ സംഭവ ബഹുലമായ ജീവിതം, എന്തുമാത്രം തിരക്കേറിയ ജീവിതം, വിശ്രമരഹിതമായ ജീവിതം, പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലഞ്ഞുപോയ ജീവിതം, ആകെ വാടി തളർന്നുപോയ ജീവിതം, സകലരും നമ്മെ മാറ്റി നിർത്തുകയും നമ്മെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു പോയ ജീവിതം, നാം നിസ്സഹായരായി ആരുണ്ടെനിക്ക് തുണായി എന്നോർത്ത് നാം അമ്പരപ്പിലായ ജീവിതം ആയിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എഴുന്നേറ്റു. കർത്താവ് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്തിന് നിങ്ങൾ ഭീരുക്കളാകണം? എന്തിന് നിങ്ങൾ ഭയപ്പെടണം? നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു? അവരോ വളരെ ഭയപ്പെട്ടു. വളരെ ഭയപ്പെട്ടു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. അവരോ വളരെ ഭയപ്പെട്ടു. നിങ്ങൾ എന്തിന് ഭീരുക്കളാകണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭീരുക്കളാകേണ്ട കാര്യമില്ല. എന്താണ് കർത്താവ് ചെയ്തത്? നമുക്ക് വായിക്കാം. 39-ാം വാക്യം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ചു. അധികാരത്തോടെയുള്ള സൃഷ്ടാവിൻ്റെ സ്വരം കേട്ടപ്പോൾ പ്രകൃതി ശക്തികൾ നിശ്ചലമായി, അനക്കമറ്റു. പ്രകൃതി ശക്തികൾ, ക്ഷുബ്ധമായ പ്രകൃതി പെട്ടെന്ന് ശാന്തമായി. തിരമാലകൾ അടങ്ങി, കടൽ ശാന്തമായി, കൊടുങ്കാറ്റും നിശേഷം നിശബ്ദമായി, നിശ്ചലമായി. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് നേരം കൊണ്ട് എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. ഒരു സെക്കൻഡ് നേരം കൊണ്ട്. ദൈവത്തിന് ഇതെങ്ങനെ സാധിച്ചു? അധികാരമുള്ളവൻ പറഞ്ഞാൽ എല്ലാം നേരെയാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളിൽ നിന്ന് ചിലർ പേടിച്ചു കൊണ്ടിരിക്കുന്ന ചില കൈവശത്തിൻ്റെ ബാധയൊന്നും നിങ്ങളെ തൊടുകയില്ല. ശത്രുക്കൾ ചെയ്ത എന്തോ മന്ത്രവാദങ്ങൾ ഒന്നും നിങ്ങളുടെ അരികിലേക്ക് എത്തുകയില്ല, നിങ്ങളുടെ സമീപത്തേക്ക് വരികയില്ല. ആരെല്ലാം എന്തെല്ലാം കൂടോത്രം ചെയ്താലും, എന്തെല്ലാം ദുർമന്ത്രവാദങ്ങൾ ചെയ്താലും, ഏതെല്ലാം ജപം ചൊല്ലിയാലും, ഏതെല്ലാം പൂജാവിധികൾ നിർവഹിച്ചാലും, പ്രിയപ്പെട്ടവരെ മന്ത്രോച്ചാരണങ്ങൾ നിർവഹിച്ചാലും, ഏതെല്ലാം ആഭിചാര പ്രവൃത്തികളോ ക്ഷുദ്രപ്രവൃത്തികളോ ചെയ്താലും ഒന്നും നിങ്ങളുടെ അരികത്തേക്ക് വരികയില്ല. അവൻ നിങ്ങളെ കാത്തുകൊള്ളും. 91 സങ്കീർത്തനം എടുക്കൂ. 91 സങ്കീർത്തനം അവിടെ പറയും, അവനൊരു ബാധയും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരു ബാധയും തട്ടാതെ വണ്ണം, ഒരു ബാധയും നിന്നോടെടുക്കുകയില്ല. ഒരു ബാധയും നിന്നോടെടുക്കാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കും. വായിക്കാം 91 സങ്കീർത്തനത്തിൽ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരനർത്ഥവും നിന്നെ തൊടുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയുമില്ല. സകല ബാധകളെയും മാറ്റും. ബാധകൾ, അനേകം ബാധകൾ. ഓരോ കുടുംബത്തെയും അലട്ടുന്ന ബാധകളുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുണ്ട്. വേറെ അടുത്തൊന്നും ഈ കൊടുങ്കാറ്റ് അടിക്കുന്നില്ല. എന്നിൽ മാത്രം? വേറെ ആർക്കും കുഴപ്പമില്ല, എനിക്ക് മാത്രം എന്താണത് നമുക്ക് തോന്നും. കാരണം ചുഴലിക്കാറ്റ് അത് ഒരിടത്ത് മാത്രം ചുഴറ്റി വീശി അടിക്കുന്നതാണ്, ഒരിടത്ത് മാത്രം. എന്നെ മാത്രം എന്താണ് ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്? എനിക്കൊരു തലവെക്കാൻ ഒക്കുന്നില്ലല്ലോ, ഒന്ന് തലയെടുപ്പോടെ നിൽക്കാൻ ഒക്കുന്നില്ലല്ലോ, ഞാൻ എന്താണ് ഇങ്ങനെ തകർന്നു പോകുന്നത്? നമുക്ക് തോന്നും. നമുക്ക് സ്വയം ഒരു സഹതാപം തോന്നും, സ്വയം ഒരു പരിതാപം. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഈ ദുരിതം അനുഭവിക്കാൻ ജനിച്ചതായിരിക്കും, എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിരാശയിൽ ആണ്ടുപോകുന്ന മനുഷ്യരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. അത്യുന്നതൻ നിൻ്റെ പടകിലിരിക്കട്ടെ. അവൻ നിൻ്റെ പടകിലുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ടി വരികയില്ല. സർവ്വവല്ലഭൻ നിൻ്റെ പടകിലുണ്ടെങ്കിൽ നീ പേടിക്കേണ്ടി വരികയില്ല. ജീവനുള്ള ക്രിസ്തു നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്നേഹിത, നീ ഭയപ്പെടേണ്ടി വരികയില്ല. എല്ലാ ബാധയും നിന്നിൽ നിന്ന് മാറ്റിത്തരികയും അവൻ നിന്നെ തൻ്റെ കരങ്ങളിൽ വഹിക്കുകയും നിന്നെ സൂക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരം നിന്നെ നയിക്കും, ഭയപ്പാടുകൾ മാറ്റിത്തരും, ഡേഞ്ചർ മാറ്റിത്തരും. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറിൽപ്പെട്ടവരുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ടവരുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങളിൽപ്പെട്ടവരുണ്ടോ? ഇന്ന്
വശം കെട്ട് വിഷമിച്ച് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ മനസ്സ് ഭാരപ്പെട്ട് ഉള്ളം കലങ്ങിയിരിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളൊന്ന് മാത്രം കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. ഞാൻ പലതരത്തിൽ ഞാൻ വിഷമിച്ചിരിക്കുന്നു കർത്താവ്. ഒരുപക്ഷെ എൻ്റെ പാപം കൊണ്ടായിരിക്കാം. ഞാൻ എൻ്റെ പാവങ്ങളെ കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണമേ. എൻ്റെ തെറ്റുകളെ കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണമേ. ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു പോയ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു പോയി കർത്താവേ. നിൻ്റെ ആ സ്നേഹം നിറഞ്ഞ ഹൃദയത്തെ ഞാൻ നൊമ്പരപ്പെടുത്തിപ്പോയി എൻ്റെ കർത്താവേ. എന്നാൽ ഇന്ന് ഞാൻ നിൻ്റെ മുമ്പാകെ വരുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം യാചിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ നീ ഓർക്കരുത്, എൻ്റെ പാപങ്ങൾ നീ കണക്കിടരുത്, എൻ്റെ മേൽ അകൃത്യമൊന്നും എൻ്റെ മേൽ വയ്ക്കരുത് കർത്താവേ. ഇപ്പോൾ എൻ്റെ പാവങ്ങളെല്ലാം നിൻ്റെ തിരുമാറിൽ നിന്നൊഴുകിയ തിരക്തത്താൽ കഴുകി കർത്താവേ. എനിക്ക് മുന്നോട്ട് ഒരു സമാധാനം തരണമേ. മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ച് തരണമേ കർത്താവേ. മുള്ളു നിറഞ്ഞ പാതയാണ് ഞാൻ കാണുന്നത്. പാതയിൽ നിറയെ മുള്ളാണ്. ഒരു ചുവട് വയ്ക്കാൻ ഒരിടം കാണുന്നില്ല കർത്താവേ. ഞാൻ അമ്പരപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഭയന്നാണ് നിൽക്കുന്നത്. എനിക്ക് എന്തു വേണ്ടെന്ന് അറിയാൻ പാടില്ല. ഒരു പരിഹാരം പറഞ്ഞു തരാൻ ആരുമില്ല. എനിക്കൊരു ഉപദേശം തരാനും ആരുമില്ല എൻ്റെ കർത്താവേ. എനിക്ക് മനുഷ്യർ പലരും എന്നെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. പക്ഷേ അവരുടെ സഹായങ്ങൾ കൊണ്ടൊന്നും ഒന്നും സാധിക്കുകയുമില്ല എൻ്റെ കർത്താവേ. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ നിൻ്റെ തൃക്കരം നീട്ടി എൻ്റെ മേലുള്ള ബാധകളെല്ലാം നീ മാറ്റിത്തരണം. ഈ ഭയങ്കരമായ സാഹചര്യത്തിൽ നിന്ന് നീ എന്നെ ഇന്ന് ഉദ്ധരിക്കണം. എനിക്ക് മുന്നോട്ടൊരു ഗതി തരണം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഞാൻ പറയട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അത്ഭുതകരമായ മോചനം കർത്താവ് തരും. അത്ഭുതകരമായി നിങ്ങളെ കർത്താവ് നടത്തും. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ബാധയും നിങ്ങളോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ഗ്രഹനിലയും നിന്നെ ബാധിക്കുകയില്ല. ആദിത്യദശയും ബാധിക്കുകയില്ല, കേതുർദശയും ബാധിക്കുകയില്ല, ശനിദശയും ബാധിക്കുകയില്ല, രാഹുർദശയും ബാധിക്കുകയില്ല. നിന്നെ യാതൊരു ബാധയും ബാധിക്കുകയില്ല. ദൈവവൈദ്യലേ, നിൻ്റെ ജീവിതത്തിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കാതെ വണ്ണം നിന്നെ അവൻ കോട്ട കെട്ടി പരിപാലിക്കും. അവൻ നിനക്ക് ചുറ്റും പരിചയും പലകയും കോട്ടയും ദുർഗവുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 18-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. 18-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ പാറയാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ രക്ഷകനാണ്, ദൈവം എൻ്റെ ദുർഗമാണ്, ദൈവം എൻ്റെ ശരണമാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എങ്കിലും ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും, യഹോവ എൻ്റെ ശൈലവും, എൻ്റെ കോട്ടയും, എൻ്റെ കോട്ടയും, എൻ്റെ രക്ഷകനും, എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവവും, എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും, ശരണമാക്കുന്ന എൻ്റെ പാറയും, എൻ്റെ പരിചയും, എൻ്റെ പരിചയും, എൻ്റെ രക്ഷയായ കൊമ്പും, എൻ്റെ രക്ഷയായ കൊമ്പും, എൻ്റെ ഗോപുരവുമാകുന്നു. എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി പിടിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. പാതാളത്തിന്റെ കയറുകൾ എന്നെ വളഞ്ഞു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. പറയേ, മരണം ഇങ്ങനെ വന്ന് എന്നെ പിടിക്കാനാ ഞാൻ വരുന്നു. മരണത്തിന്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ദൈവവൈദ്യലേ, നീ ഭീരുവായിരിക്കേണ്ട. ഏത് ഡേഞ്ചർ വന്നാലും നീ ഭയപ്പെടേണ്ട. ഏത് പ്രതിസന്ധി വന്നാലും നീ പേടിക്കേണ്ട. നിൻ്റെ നാഥൻ നിൻ്റെ പടകിലുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ സാധിക്കേണ്ട കാര്യം എന്താണ്? കർത്താവേ, എൻ്റെ പടകിൽ നീ ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വാഴുവാൻ നിർവാഹമില്ല. നമ്മുടെ ഹൃദയത്തിൽ അത്യാഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സ്വാർത്ഥ ചിന്തകളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ചില തന്നിഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞാനുണ്ട്, ഒരു സെൽഫുണ്ട്, ഒരു ഇഗോയുണ്ട്, ഒരു സ്വയമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അഹംഭാവമുണ്ട്.
നമ്മുടെ ഹൃദയത്തിൽ സ്വയം ആശ്രയമുണ്ട്, ഒരു സെൽഫ് ഡിപ്പെൻഡൻസ്, സ്വയാശ്രയമുണ്ട്. നമ്മുടെ പലരുടെയും ഹൃദയത്തിൽ തനിക്ക് താൻ പോരുമയുണ്ട്, ഒരു സെൽഫ് സഫിഷ്യൻസി ഉണ്ട്, സ്വയം പര്യാപ്തതയുണ്ട്. ഞാൻ മതി അതിനെന്ന് ഒരു സ്വയം പര്യാപ്തത. ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ചില വൈരാഗ്യങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ചില പകകളോ വിദ്വേഷങ്ങളോ അല്ല ചില പരാതികളോ പരിഭവങ്ങളോ അതുമല്ല പ്രതികാര ചിന്തയോ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ചില പിണക്കങ്ങളുണ്ട്, ചില മുൻവിധികളുണ്ട്, ചില മുഖപക്ഷങ്ങളുണ്ട്. ചിന്തിക്കൂ, നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? കർത്താവിനോട് പറയണം, കർത്താവേ ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ വസിക്കാൻ നിർവാഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ പടകിൽ നിനക്ക് കയറിയിരിക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. കർത്താവേ, എന്നാൽ നീ എനിക്ക് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഞാൻ സർവാത്മനായവയോടെല്ലാം യാത്ര പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ഞാൻ സാത്താനെയും അവൻ്റെ സകല സൈന്യത്തെയും എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയത്തിലുള്ള പാപങ്ങളോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. ഈ പാപങ്ങൾ മാറ്റുവാൻ എനിക്ക് കഴിവില്ലല്ലോ. ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് ആത്മാർത്ഥമായി അവ എനിക്ക് വേണ്ട എന്ന് ഞാൻ വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവേ, നിൻ്റെ ആ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് എന്നിൽ നിന്ന് ഈ ദുഷ്ടപിശാചുക്കളെയെല്ലാം മാറ്റണമേ. ഈ പാപത്തിൻ്റെ ഹീനതകളെല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല മ്ലേച്ഛതകളും എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ സകല തിന്മകളും എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ദുഷ്ടനായ പിശാച് അവകാശം പറയുന്നതായി എൻ്റെ ഹൃദയത്തിലുള്ള സകല തിന്മകളെ എന്നിൽ മാറ്റി, സകല പാപത്തെ എന്നിൽ മാറ്റി, കർത്താവേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ്, നിങ്ങൾ വിശ്വസിക്കൂ, ഇനിമേൽ പാപം ചെയ്യുകയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിശാചിനോട് യാത്ര പറയുന്നതല്ലേ നിങ്ങൾ പറഞ്ഞത്? യേശു ക്രിസ്തുവിൻ്റെ നിൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഉറപ്പ്, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു നടന്നു വരും. യേശു അവിടെ ഇരിപ്പുറപ്പിക്കും. പിന്നെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. നാം നമ്മെ തന്നെ നിയന്ത്രിച്ചിരുന്നു, അന്ന് പിശാച് നമ്മെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതൽ യേശു നമ്മെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ഓരോ ചെയ്തികളെയും യേശു നിയന്ത്രിക്കുന്നു. യേശു പ്രസാദിക്കാത്ത ഒന്നും എന്നിൽ വരികയില്ല എന്നുള്ള ആ നിർബന്ധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ പൂർണ്ണ ഭരണം ഏറ്റെടുക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നു. പിന്നെ നിങ്ങളുടെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. ഇതുവരെയും കോപിച്ചിരുന്ന മനുഷ്യൻ്റെ കോപം മാറുന്നു. ഇതുവരെയും ക്രുദ്ധിച്ച് ഗർജിച്ചിരുന്ന മനുഷ്യൻ്റെ അവൻ്റെ സ്വഭാവത്തിൽ ശാന്തതയും സൗമ്യതയും വരുന്നു. ഇതുവരെയും വഴക്കടിച്ചിരുന്ന ഹൃദയത്തിൽ ഇപ്പോൾ സ്നേഹം വഴിഞ്ഞൊഴുകുന്നു. രൂപാന്തരം വരികയാണ്, മാറ്റം വരികയാണ്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാം. അതാണ് ക്രിസ്തീയ ജീവിതം. അതല്ലാതെ കുറേ നമസ്കാരങ്ങൾ ചൊല്ലുന്നതല്ല ക്രിസ്തീയ ജീവിതം. കുറേ പ്രാർത്ഥനകൾ ഉരുടുന്നതല്ല ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ചില കർമ്മ പരിപാടികളല്ല ക്രിസ്തീയ ജീവിതം. പെരുന്നാളിന് ചണ്ട കൊട്ടുന്നതോ അല്ല വെടിക്കെട്ട് നടത്തുന്നതോ ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം. പെരുന്നാളിന് സദ്യ നടത്തുന്നതോ അതല്ലെങ്കിൽ പെരുന്നാളിന് റാസ് നടത്തുന്നതോ അതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്താണ്? ഹൃദയത്തിൽ നിന്ന് ദുഷ്ടശക്തികളെ ഉച്ചാടനം ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹൃദയത്തിലുള്ളതായ ദുരാത്മശക്തികളെല്ലാം ഉച്ചാടനം ചെയ്യുക. ഹൃദയത്തിലുള്ളതായ തിന്മയുടെ എല്ലാ പ്രകൃതികളെയും വിട്ടുമാറ്റുക. എല്ലാറ്റിനോട് യാത്ര പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന് നാഥനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിന് പിന്നാലെ ഞാൻ പോകുന്നുള്ളതായി ഉറപ്പ് വരുത്തുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ജീവിതത്തിൽ പിന്നെയും ഡേഞ്ചേഴ്സ് വന്നു എന്ന് വരാം, പിന്നെയും എതിർപ്പുകൾ വന്നു എന്ന് വരാം, പ്രതിസന്ധികൾ വന്നു എന്ന് വരാം, ആപത്തുകൾ വന്നു എന്ന് വരാം. അപ്പോഴെല്ലാം നിങ്ങൾ വിളിക്കുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മരണപാശങ്ങൾ ചുറ്റട്ടെ, അഗാധ പ്രവാഹങ്ങൾ ഭ്രമിപ്പിക്കട്ടെ, പാതാളവാശങ്ങൾ വളയട്ടെ, പേടിയില്ല. കാരണം എല്ലാം മാറ്റുന്ന രക്ഷകൻ്റെ അത്ഭുത കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വകയായി തീരുകയാണ്. ക്രിസ്തുവിന് സ്വന്തമായി തീരുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബ നിങ്ങൾക്ക് ജയം തരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾക്ക് വിശുദ്ധ ജനമായി മാറുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയജനമായി തീരുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി നോക്കി പാർക്കുകയാണ്. എന്തൊരു ഭാഗ്യകരമായ ജീവിതം! എത്ര ശാന്തസുന്ദരമായ ജീവിതം! എത്ര പ്രശാന്ത മോഹനമായ ജീവിതം! എത്ര അനുഗ്രഹീതമായ ജീവിതം! എത്ര ധന്യമായ ജീവിതം! ഈ ശ്രേഷ്ഠമായ ജീവിതത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കൂ. യേശുവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. നാഥ, ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. യേശുവേ, ഞാൻ ഇപ്പോൾ തന്നെ സാത്താനോട് യാത്ര പറയുന്നു. പാപത്തെ ഉപേക്ഷിക്കുന്നു. വന്നുപോയ പാപങ്ങൾ എൻ്റെ കർത്താവെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇനിമേൽ പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇന്നു മുതൽ നാഥ, ഞാൻ നിന്റെ വകയായി ജീവിക്കുമെന്ന് എന്നോട് വാക്ക് പറയുന്നു.
പറയുന്നു, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഭീരുത്വം മാറ്റി ധൈര്യം പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.